ഹലോ, ഷന പുത്തൻകോട്ട് ഹിയർ. നമ്മുടെ റിസർച്ച് മെത്തഡോളജിയുടെ PYQൻ്റെ ലാസ്റ്റ് സെഷനാണിത്. നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ഏരിയയും കവർ ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഒരു 11 ക്വസ്റ്റ്യൻസും കൂടെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ 10 ക്വസ്റ്റ്യൻസും കൂടെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വിൽ ബി ഗുഡ് ടു ഗോ. ഓക്കെ, സോ ക്വസ്റ്റ്യൻ നമ്പർ 31 നോക്കാം. റെലിക്സ് സച്ചാസ്, റെലിക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മൾ പറയില്ലേ, എന്താണ് തിരുശേഷിപ്പ്, ശേഷിപ്പ് എന്നൊക്കെ പറയില്ലേ, അതിനാണ് റെലിക്സ് എന്ന് പറയുക, ബാക്കിയാക്കി വെച്ചത് എന്നൊക്കെയുള്ള അർത്ഥത്തിൽ. ഓക്കെ, അപ്പോൾ റെലിക്സ് സച്ച് ആസ് ഫിംഗർ പ്രിൻറ്റ്സ് ആർ കൺസിഡേർഡ് ക്രെഡിബിൾ ബൈ വിച്ച് ഓഫ് ദി ഫോളോയിങ് റിസർച്ച് മെത്തഡോളജി. അതായത് ഇതുപോലുള്ള ഫിംഗർ പ്രിൻറ്റ് പോലുള്ള റെലിക്സ് ഒക്കെ ഏത് റിസർച്ച് മെത്തഡോളജിയാണ് ക്രെഡിബിളായിട്ട് കൺസിഡർ ചെയ്യാവുന്നത്. ക്രെഡിബിൾ എന്ന് പറയുമ്പോൾ അതിനെ മുഖവിലക്കെടുക്കുന്നത് ഏത് തരം റിസർച്ച് ചെയ്യുന്നവരാണെന്നാണ് അതിനെ കൺസിഡർ ചെയ്യുന്നത്. ഇപ്പോൾ ഫിംഗർ പ്രിൻറ്റ് പോലുള്ള ഡേറ്റയൊക്കെ കൺസിഡർ ചെയ്യുന്നത് ഏത് തരം റിസർച്ച് ചെയ്യുന്നവരാണെന്നാണ് ചോദ്യം. എക്സ്പെരിമെൻ്റലുകാർ ഉറപ്പായിട്ടും കൺസിഡർ ചെയ്യില്ല, കാരണം എക്സ്പെരിമെൻ്റലിൽ ഫിംഗർ പ്രിൻ്റ് എടുക്കുന്ന പരിപാടിയൊന്നുമില്ല. എക്സ്പെരിമെൻ്റൽ എന്ന് പറയുമ്പോൾ ഡേറ്റ നമ്പറിൻ്റെ രൂപത്തിലായിരിക്കും, ഫിംഗർ പ്രിൻ്റ് എന്ന് പറയുന്നത് ഡേറ്റ നമ്പറിൻ്റെ രൂപത്തിലല്ല. എക്സ്പെരിമെൻ്റൽ പറ്റില്ല. ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുമ്പോഴെന്താണ്, ഡേറ്റ നമ്പറിൻ്റെ രൂപത്തിലായിരിക്കണം, ഫിംഗർ പ്രിൻ്റ് നമ്പറിൻ്റെ രൂപത്തിലല്ല. സോ എയും ബിയും പറ്റില്ല. സിയും ഡിയും ആണ് പിന്നെയും കമ്പാരിറ്റീവ്ലി നമുക്ക് എടുക്കാൻ പറ്റുന്നത്. ഡിസ്ക്രിപ്റ്റീവ് എന്താണ്, നമ്മളൊരു കാര്യത്തിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ്, അല്ലേ? ഒരു കാര്യം കണ്ടിട്ട് നമ്മൾ അതിനെപ്പറ്റി ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ ഫിംഗർ പ്രിൻ്റ് എന്തല്ല, ഡിസ്ക്രിപ്റ്റീവ് അല്ല. അപ്പോൾ എന്തായിരിക്കും, ഹിസ്റ്റോറിക്കൽ റിസർച്ചിലല്ലേ നമ്മൾ ഫിംഗർ പ്രിൻ്റൊക്കെ എടുത്തിട്ട് നമ്മൾ റിസർച്ചൊക്കെ ചെയ്യുക. സോ എന്തായിരിക്കും നമ്മുടെ ആൻസർ വുഡ് ബി ഹിസ്റ്റോറിക്കൽ. അപ്പോൾ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അതിൻ്റെ ആൻസറായിട്ട് വരാൻ സാധ്യതയുള്ള ഉത്തരങ്ങളെ നമ്മളൊന്ന് മനസ്സിൽ ഒന്ന് ഇങ്ങനെ ഇമാജിൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിൻ്റെ ആൻസറിലേക്ക് കൃത്യമായിട്ട് എത്താൻ പറ്റും. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 32ലേക്ക് പോവാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഷുഡ് ബി ടേക്കൺ ഇൻ ടു അക്കൗണ്ട് വൈൽ പ്രിപ്പയറിംഗ് എ ക്വസ്റ്റ്യനെയർ. ഒരു ക്വസ്റ്റ്യനെയർ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിൽ വെക്കേണ്ടത് എന്നാണ്. പേർപ്പസ് ഓഫ് റിസർച്ച് ഉറപ്പായിട്ടും വേണ്ടേ. റിസർച്ചിൻ്റെ പേർപ്പസ് എന്താണെന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ലേ നമ്മൾ ക്വസ്റ്റ്യനെയർ പ്രിപ്പയർ ചെയ്യും. ഒരു സർവേ നടത്തുമ്പോൾ ആ സർവേക്കുള്ള ക്വസ്റ്റ്യനെയർ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് എന്താണ്, എൻ്റെ റിസർച്ചിൻ്റെ പേർപ്പസ് അനുസരിച്ചിട്ടുള്ള ചോദ്യങ്ങളല്ലേ ഞാൻ ചോദിക്കുകയുള്ളൂ. ഇപ്പം എൻ്റെ റിസർച്ച് ട്രൈബൽസിൻ്റെ വിദ്യാഭ്യാസത്തിനെ പറ്റിയിട്ടാണെങ്കിൽ എൻ്റെ ചോദ്യങ്ങൾ വിദ്യാഭ്യാസത്തിന് റിലേറ്റ് ചെയ്തിട്ടുള്ളതായിരിക്കില്ലേ. സോ എൻ്റെ റിസർച്ചിൻ്റെ പേർപ്പസ് അനുസരിച്ചിട്ടായിരിക്കും ഞാൻ ക്വസ്റ്റ്യനെയർ പ്രിപ്പയർ ചെയ്യുന്നത്. പിന്നെ ബ്രെവിറ്റി ഓഫ് ക്വസ്റ്റ്യൻസ്. എന്താണ് ബ്രെവിറ്റി എന്ന് പറയുന്നത്? ചോദ്യം വളരെ ബ്രീഫായിരിക്കണം, അല്ലേ? വളരെ പരത്തി വലിച്ചു നീട്ടി എന്താണെന്ന് ചോദ്യം ചോദിക്കാൻ പാടില്ല. അപ്പോൾ ബ്രെവിറ്റി ഓഫ് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കണം. എ പറയാം, ബി പറയാം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി എയും ബിയും വരുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, അത് എ ആണെന്നുള്ളത്. ബാക്കി ഇവിടെ നോക്കാം. ക്വസ്റ്റ്യൻസ് ദാറ്റ് സീക്ക് അവോയ്ഡൻസ് ഓഫ് ലീഡിങ് ക്വസ്റ്റ്യൻസ്. എന്താണ് ലീഡിങ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്? ഞാൻ ചോദ്യം ചോദിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഉത്തരത്തിലേക്ക് ലീഡ് ചെയ്യുന്ന തരത്തിൽ ചോദിക്കുക. ഇപ്പം ചില ആൾക്കാരൊക്കെ ചോദിക്കാറുണ്ട്, അങ്ങനെയല്ലേ അത്, ഇപ്പം ഞാൻ തന്നെ അതിൻ്റെ ഉത്തരം പറഞ്ഞിട്ട് അതല്ലേ നിങ്ങളും വിചാരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ അവർ അതെ എന്ന് പറയും. അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല. അതായത് ലീഡിങ് ആയിട്ടുള്ള ചോദ്യം ചോദിക്കാൻ പാടില്ല. അപ്പോൾ ഇത് തെറ്റാണെന്നല്ലേ നിങ്ങൾക്കും തോന്നുന്നത് എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ. അപ്പോൾ അവർ അല്ലാന്നും ആണെന്നും പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് വരുന്ന രീതിയിൽ നമ്മുടെ റിസർച്ചിൻ്റെ ലക്ഷ്യത്തിലേക്ക് വരുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ, ലീഡ് ചെയ്യുന്ന ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാൻ പാടില്ല. ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളെ ചോദിക്കാൻ പാടുള്ളൂ. ഇപ്പോൾ എൻ്റെ റിസൾട്ട് ഇങ്ങനെ ആയിരിക്കണം എന്ന് എനിക്കൊരു ബോധ്യമുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുകയാണ്, ആ റിസൾട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ആ തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുക. അത് ചെയ്യാൻ പാടില്ല. അപ്പോൾ ലീഡിങ് ക്വസ്റ്റ്യൻസ് അവോയ്ഡ് ചെയ്യണം. ഇനി ക്വസ്റ്റ്യൻസ് ദാറ്റ് സീക്ക് ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ പാടുണ്ടോ? ഇല്ല, കാരണം ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ തരുന്ന ക്വസ്റ്റ്യനെയറിൽ എന്താണെന്ന് ചെയ്യാൻ പാടില്ല. അത് ക്വസ്റ്റ്യനെയർ അല്ലല്ലോ പിന്നെ, അല്ലേ? ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ കിട്ടുന്നത് പിന്നെ ക്വസ്റ്റ്യനെയറിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. പ്രിഫറൻസ് ഫോർ ദി ഡബിൾ ബാരൽഡ് ക്വസ്റ്റ്യൻ. ഡബിൾ ബാരൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരട്ട ഇതുള്ള, അല്ലേ? അതായത് രണ്ട് രീതിയിൽ പറയാൻ പറ്റുന്നതൊക്കെ ആയിട്ടുള്ള ചോദ്യങ്ങൾ, അതായത് രണ്ട് അർത്ഥം വരുന്ന ചോദ്യങ്ങൾ. നമ്മൾ പറയില്ലേ, എന്താ ഡബിൾ ബാരലായിട്ടുള്ള ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് അതിന് ഉത്തരം പറയാൻ പറ്റാത്ത രീതിയിലുള്ള രണ്ട് ഇത് വരുന്ന ചോദ്യങ്ങൾ, അല്ലേ? അതായത് ഇപ്പോൾ നമ്മൾ ഇരട്ടക്കുഴലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് ഇവിടുന്നും ഇത് പോകുന്നതാണ്. ഇരട്ടക്കുഴലുള്ള തോക്കിൻ്റെ പ്രത്യേകത പോലെ തന്നെ ഇരട്ടക്കുഴലുള്ള ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ അത് ബുദ്ധിമുട്ടാണ് ആൻസർ ചെയ്യാൻ. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങൾ പ്രിഫർ ചെയ്യുക എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഡിയും ഇയും നമുക്ക് എന്താണെങ്കിലും പറയാൻ പറ്റില്ല. അപ്പോൾ ഏതായിരിക്കും? എ, ബി ആൻഡ് സി. നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ. ദാറ്റ് ഈസ് എ, ബി ആൻഡ് സി. വെരി സിമ്പിൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ സോഴ്സസ് ഓഫ് ഡേറ്റ ഇൻ ഹിസ്റ്റോറിക്കൽ റിസർച്ച്. ഹിസ്റ്റോറിക്കൽ റിസർച്ചിൽ ഡേറ്റ ആയിട്ട് വരാൻ സാധ്യതയുള്ളത് ഇതിനകത്ത് ഏതൊക്കെയാണെന്നാണ്. പേഴ്സണൽ ഒബ്സർവേഷനൊക്കെ നമ്മൾ എവിടെയാണ് ചെയ്യുക? അതൊക്കെ നമ്മൾ
ഹിസ്റ്ററിയിൽ ഒബ്സർവേഷൻ ഒന്നും ഇല്ല അല്ലേ, കഴിഞ്ഞ കാര്യങ്ങളെ പറ്റി പഠിക്കുവാണ്. അപ്പോൾ ഒബ്സർവ് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു കാര്യം സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളത് ഒബ്സർവ് ചെയ്യുക. അപ്പോൾ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ കഴിഞ്ഞതിനെ പറ്റി പഠിക്കുന്നതാണ്. അപ്പോൾ ഒബ്സർവേഷൻ എന്താണെങ്കിലും പറയാൻ പറ്റില്ല. ഫോക്കസ്ഡ് ഗ്രൂപ്പ് ഡിസ്കഷനൊക്കെ നമ്മൾ എവിടെ ചെയ്യുക, അതൊക്കെ കുറച്ചും കൂടി എക്സ്പെരിമെൻ്റൽ അല്ലെങ്കിൽ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ഒക്കെ ആകുമ്പോഴാണ്, അല്ലെങ്കിൽ നമ്മളൊരു എത്തനിസിറ്റി ഒക്കെ പഠിക്കുമ്പോഴാണ് നമ്മൾ ഗ്രൂപ്പ് ഡിസ്കഷനൊക്കെ നടത്തുക. ഒരു ഹിസ്റ്റോറിക്കൽ റിസർച്ചിൽ നമ്മൾ ഗ്രൂപ്പ് ഡിസ്കഷൻ്റെ ഒന്നും ആവശ്യമില്ല അല്ലേ. ഇനി നോക്കിയ റെലിക്സ് നമ്മൾ നേരത്തെ കണ്ടു ഹിസ്റ്റോറിക്കൽ റിസർച്ചിൽ ഫിംഗർ പ്രിൻ്റ് പോലുള്ള റെലിക്സ് എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ അവിടെ നിന്ന് തന്നെ റെലിക്സ് എന്താണ്, ഹിസ്റ്റോറിക്കൽ റിസർച്ചുമായി ബന്ധപ്പെട്ടതാണെന്ന് ചില വാക്കുകളൊക്കെ നമ്മൾ ഓരോ ചോദ്യത്തിൽ നിന്ന് പിടിക്കണം. ഓക്കെ, റെലിക്സ് എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഹിസ്റ്റോറിക്കൽ ആയിരിക്കുമെന്ന് ഓർക്കാം. ഓക്കെ, ഇനി അപ്പോൾ ഓറൽ ടെസ്റ്റിമണി, ഐ എം സോ സോറി, ഓറൽ ടെസ്റ്റിമണി എന്ന് പറഞ്ഞാൽ എന്താണ്, ഞാൻ വാ കൊണ്ട് പറയുന്ന ചില കാര്യങ്ങളാണ് അല്ലേ. അതൊക്കെ ഹിസ്റ്ററിയിൽ മാത്രമേ നമ്മൾ പറയുള്ളൂ അല്ലേ. ഹിസ്റ്ററിയിലാണ് ഓറൽ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുക. ഒരിക്കലും സയൻറ്റിഫിക് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള റിസർച്ചിലൊന്നും നമ്മൾ ഓറൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ കൺസിഡർ ചെയ്യില്ല. ഓറൽ ടെസ്റ്റിമണിയൊക്കെ നമ്മൾ ഹിസ്റ്റോറിക്കൽ റിസർച്ചിലാണ് കൺസിഡർ ചെയ്യുക. ഓറൽ ടെസ്റ്റിമണി, റെലിക്സ്. എന്താണ് ആക്ച്വറീസ് എന്ന് പറയുന്നത്? ആക്ച്വറീസ് എന്ന് പറയുന്നത് പാസ്റ്റ് ഡേറ്റേനെ അനലൈസ് ചെയ്യുന്ന ഒരു ആളുകളെയാണ് നമ്മൾ ആക്ച്വറീസ് എന്ന് പറയുക. ഓക്കെ, ആക്ച്വറി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാസ്റ്റ് ഡേറ്റേനെ അനലൈസ് ചെയ്യുന്ന ആളുകളാണ്. സോ ആക്ച്വറീസ് എന്തായിരിക്കും? പാസ്റ്റ് ഡേറ്റേനെ അനലൈസ് ചെയ്യുന്നത് എവിടെ വരും? ഹിസ്റ്റോറിക്കലിൽ വരും. അപ്പോൾ ഹിസ്റ്റോറിക്കലിൽ ഇവിടെ വരാൻ ചാൻസ് ഉള്ളത് ഏതൊക്കെയാണ്? ഓറൽ ടെസ്റ്റിമണി, റെലിക്സ് ആൻഡ് ആക്ച്വറീസ്, CDE. അപ്പോൾ ആക്ച്വറീസ് എന്താണ്? ആക്ച്വറീസ് ആർ പ്രൊഫഷണൽസ് ഹൂ അനലൈസ് പാസ്റ്റ് ഡേറ്റ. ഓക്കെ, സോ CDE, ദാറ്റ് ഈസ് ഓപ്ഷൻ D ആയിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരിക. വെരി സിമ്പിൾ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഓരോ ചോദ്യത്തിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു ടേക്ക് അവേ ഉണ്ടാവും, നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു പുതിയ കാര്യം പഠിക്കണം. ഓക്കെ, കമ്മിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 34. വെൻ ദി സാമ്പിൾ ഹാസ് ബീൻ റാൻഡംലി സെലക്റ്റഡ്. നമ്മുടെ സാമ്പിൾ റാൻഡംലി നമ്മൾ സെലക്ട് ചെയ്യുകയാണെന്ന് വിചാരിച്ചോ. അതായത് നമ്മൾ റാൻഡമായിട്ട്, അതായത് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡിലാണ് ഞാൻ, ക്വാണ്ടിറ്റേറ്റീവ് അല്ലെങ്കിൽ പ്രോബബിലിറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ ഡേറ്റേനെ കളക്ട് ചെയ്യുന്നതെങ്കിൽ വാട്ട് മേ ബി എക്സ്പെക്റ്റഡ് ഇൻ ദി ക്രോസ് സെക്ഷണൽ റിസർച്ച് ഡിസൈൻ. എന്തായിരിക്കും എൻ്റെ റിസർച്ച് സംഭവിക്കുക? ക്രോസ് സെക്ഷണൽ എന്ന് പറയുമ്പോൾ ഞാൻ ക്രോസ് സെക്ഷണലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. അപ്പോൾ ക്രോസ് സെക്ഷണൽ എന്ന് എടുക്കേണ്ട, ഒരു റിസർച്ച് ഡിസൈനിൽ ഞാൻ എൻ്റെ ഇൻഡിവിജ്വൽ ഡേറ്റ റാൻഡംലി ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ എന്തൊക്കെ ഉണ്ടാവുമെന്നാണ് ചോദ്യം. സ്ട്രോങ് എക്സ്റ്റേണൽ വാലിഡിറ്റി. എക്സ്റ്റേണൽ വാലിഡിറ്റി സ്ട്രോങ് ആയിരിക്കുമോ? ഉറപ്പായിട്ടും സ്ട്രോങ് ആയിരിക്കും. കാരണം എന്താണ്, ഞാൻ റാൻഡംലി എടുക്കുന്നത്, അപ്പോൾ ഉറപ്പായിട്ടും എക്സ്റ്റേണൽ വാലിഡിറ്റി കാണും അല്ലേ. ഞാൻ റാൻഡംലി എടുക്കുമ്പോൾ എക്സ്റ്റേണൽ വാലിഡിറ്റി ഉണ്ടാവാൻ കാരണം എന്താണ്? ഇപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരെണ്ണമാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുമ്പോൾ അത് തന്നെ കിട്ടണം എന്നില്ല. ഞാൻ റാൻഡംലി എടുത്തേക്കുന്നതാണ്, അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ അത് തന്നെ കിട്ടാനുള്ള സാധ്യത കൂടുതലാണല്ലേ. അതല്ല, ഞാൻ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ എല്ലാം നോക്കിയിട്ടൊക്കെയാണ് അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ്റ്റേണൽ വാലിഡിറ്റിക്ക് സാധ്യതയില്ല. കാരണം ഞാൻ ഈ റിസർച്ചിന്, ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. അതായത് ഞാനൊരു ഫുഡ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഫുഡ് ഉണ്ടാക്കാൻ പോകുന്ന സമയത്ത് മാങ്ങ അച്ചാർ ഉണ്ടാക്കാൻ പോവാമെന്ന് വിചാരിച്ചോ. അപ്പം ഞാൻ ഒരു കൊട്ടക്കകത്തുനിന്ന് റാൻഡംലി മാങ്ങ സെലക്ട് ചെയ്തിട്ടാണ് അച്ചാർ ഉണ്ടാക്കുന്നതെന്ന് വിചാരിച്ചോ. ഓക്കെ, അപ്പോൾ നിങ്ങളെടുക്കുമ്പോഴും നിങ്ങളും അതേപോലെ തന്നെ ആ കൊട്ടയിൽ നിന്ന് മാങ്ങ എടുത്തു. അപ്പം നിങ്ങളുടെ അച്ചാർ നന്നാവാനുള്ള സാധ്യതയുണ്ട്. ഇനി അതല്ല, അതിനകത്ത് ചീഞ്ഞ കുറേ മാങ്ങകളുണ്ടെന്ന് വിചാരിച്ചോ. അപ്പം ഞാൻ എടുക്കുന്ന സമയത്ത് ഞാനത് നോക്കിയിട്ട് നല്ലത് മാത്രം എടുത്തിട്ടാണ് ചെയ്യുന്നതെന്ന് വിചാരിച്ചോ. നിങ്ങൾ എടുക്കുമ്പോൾ അപ്പോൾ അതേ സെയിം ടേസ്റ്റ് കിട്ടണമെന്നില്ല. കാരണം ഞാൻ നോക്കിയെടുത്തപ്പം നല്ലത് മാത്രം നോക്കിയെടുത്തു. അപ്പോൾ എൻ്റെ അച്ചാർ നല്ലതായിരിക്കും. പക്ഷെ നിങ്ങൾ വരുമ്പോഴത്തേക്കും ചിലപ്പോൾ അതിനകത്ത് ചീഞ്ഞു പോയ മാങ്ങകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അച്ചാറിന് ടേസ്റ്റ് കുറയും. അതല്ല, ഞാനും റാൻഡംലി സെലക്ട് ചെയ്തതെന്ന് വിചാരിച്ചോ. അപ്പോൾ എൻ്റെ അതിനകത്തും കുറേ ചീഞ്ഞ മാങ്ങകളൊക്കെ പെട്ടുപോയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന അച്ചാറും ടേസ്റ്റ് കുറവുണ്ടാവും, നിങ്ങൾ ഉണ്ടാക്കുന്ന അച്ചാറും ടേസ്റ്റ് കുറവുണ്ടാവും. മനസ്സിലായോ? അതായത് എക്സ്റ്റേണൽ വാലിഡിറ്റി ഉണ്ടാവും ഞാൻ റാൻഡംലി സെലക്ട് ചെയ്യുമ്പോൾ എന്ന് മനസ്സിലാക്കുക. ഇനി റാൻഡംലി സെലക്ട് ചെയ്യുമ്പോൾ ഇൻറ്റേർണൽ വാലിഡിറ്റി ഉണ്ടാവുമോ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ റാൻഡംലി സെലക്ട് ചെയ്യുകയാണെന്ന് വിചാരിച്ചോ. അപ്പോൾ ചീഞ്ഞ മാങ്ങയും വരാനുള്ള ചാൻസ് ഇല്ലേ? അപ്പോൾ അത് എൻ്റെ അച്ചാറിനെ ബാധിക്കില്ലേ? അതായത് എൻ്റെ ഇൻറ്റേർണൽ വാലിഡിറ്റീനെ ബാധിക്കില്ലേ? അത്രേ ഉള്ളൂ. അതായത് മാങ്ങയുടെ എക്സാമ്പിൾ ഓർക്കുക. അതായത് ഞാനൊരു കൊട്ടക്കകത്തുനിന്ന് റാൻഡംലി മാങ്ങ എടുക്കുമ്പോൾ അപ്പോൾ അതിനകത്ത് ചീഞ്ഞ മാങ്ങയും നല്ല മാങ്ങയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എൻ്റെ അച്ചാറിൻ്റെ അതേ ടേസ്റ്റ് തന്നെ ആയിരിക്കും നിങ്ങളുടെ അച്ചാറും. കാരണം നിങ്ങളുടെ അതിനകത്തും ഇതേപോലെ തന്നെ വരും. ഞാനും റാൻഡംലി എടുത്തത്, നിങ്ങൾ എടുക്കുമ്പോഴും അതിനകത്ത് ചീഞ്ഞതും നല്ലതും വരും. അപ്പോൾ നമ്മുടെ രണ്ടുപേരുടെ അച്ചാർ ഒരുപോലെ ആയിരിക്കും. അപ്പോൾ എക്സ്റ്റേണൽ വാലിഡിറ്റി ഉണ്ട്. ഇനി ഇൻറ്റേർണൽ വാലിഡിറ്റി ഉണ്ടാവുമോ? ഇൻറ്റേർണൽ വാലിഡിറ്റി തന്നെ എൻ്റെ അച്ചാർ നന്നാവുമോ എന്നുള്ളതാണ്. ഇല്ല, കാരണം ഞാൻ റാൻഡംലി അല്ല എടുത്തേക്കുന്നത്. ഞാൻ റാൻഡംലി അല്ല സെലക്ട് ചെയ്ത് എടുത്തതെന്നുണ്ടെങ്കിൽ എൻ്റെ അച്ചാർ നന്നാവുമായിരുന്നു. അപ്പോൾ എനിക്ക് ഇൻറ്റേർണൽ വാലിഡിറ്റി ഉണ്ടായേനെ അല്ലേ. ഞാൻ റാൻഡംലി സെലക്ട് ചെയ്തുകൊണ്ട് എനിക്ക് എന്തില്ല, ഇൻറ്റേർണൽ വാലിഡിറ്റി ഉണ്ടാവില്ല. ഓക്കെ, ഐ ഹോപ്പ് ദാറ്റ് ഇസ് ക്ലിയർ.
ഞാൻ നിങ്ങൾക്കിത് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞത്. എ ആൻഡ് സി, ദാറ്റ് ഈസ് സ്ട്രോങ് എക്സ്റ്റേണൽ വാലിഡിറ്റി ഉണ്ടാവും, പക്ഷേ വീക്ക് ഇൻറ്റേർണൽ വാലിഡിറ്റി ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളത് മനസ്സിലാക്കുക. ഇത് കുറച്ച് ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഒന്നും മനസ്സിലാക്കാനില്ല, സിമ്പിളായിട്ട് മനസ്സിലാക്കുക. അറേഞ്ച് ദ പ്രോബബിലിറ്റീസ് കറസ്പോണ്ടിങ് ടു ദ സ്റ്റാൻഡേർഡ് നോർമൽ വേരിയേറ്റ് സെഡ് ലൈയിങ് ഇൻ ദി ഫോളോയിങ് ഇൻ്റർവെൽസ് ഇൻ ഇൻക്രീസിങ് ഓർഡർ. അതായത് ഇതിനകത്ത് സ്റ്റാൻഡേർഡ് നോർമൽ വേരിയേറ്റ് എന്ന് പറയുന്ന ഒരു വാല്യൂ കണ്ടുപിടിക്കണം. അതായത് സെഡ് ആണ് അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. എന്താണ് ഈ സ്റ്റാൻഡേർഡ് നോർമൽ വേരിയേറ്റ്? അതായത് എത്രത്തോളം ഓരോ ഡേറ്റയും നമ്മുടെ ആവറേജിൽ നിന്ന് മാറിക്കിടക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു കാൽക്കുലേഷനാണ്. നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഒക്കെ പറയില്ലേ, അത് തന്നെ. അത് എത്രത്തോളം ഉണ്ട്, അതായത് ഇപ്പോൾ 2 തവണ നമ്മുടെ മീനിൽ നിന്ന് ഡിഫറെൻ്റ് ആണെങ്കിൽ എൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേറ്റ്, എൻ്റെ സ്റ്റാൻഡേർഡ് നോർമൽ വേരിയേറ്റ് +2 എന്നായിരിക്കും. ഓക്കെ, അത്രയൊന്നും കൺഫ്യൂഷൻ ആവണ്ട, ഇത്രയും ഓർത്താൽ മതി. എൻ്റെ ആവറേജിൽ നിന്ന് എത്രത്തോളം എൻ്റെ ഓരോ ഡേറ്റയും ദൂരെയാണ് കിടക്കുന്നത് എന്നതിൻ്റെ ഒരു വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ഈ പറയുന്ന സെഡ് അഥവാ സ്റ്റാൻഡേർഡ് നോർമൽ വേരിയേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ സെഡ് വാല്യൂ അനുസരിച്ചിട്ട് ഏറ്റവും കുറവുള്ളതിൽ നിന്ന് കൂടുതലിലേക്ക്, അതായത് സെഡ് വാല്യൂ ഏറ്റവും കുറവുള്ളതിൽ നിന്ന് സെഡ് വാല്യൂ ഏറ്റവും കൂടുതലുള്ളതിലേക്ക് അറേഞ്ച് ചെയ്യണം. ഓക്കെ, ABCD എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഏറ്റവും സിമ്പിളായിട്ട് ഞാനൊരു ഏറ്റവും എളുപ്പമുള്ളൊരു ടെക്നീക്ക് പറഞ്ഞുതരാം. അതായത് ഓപ്ഷൻ ഡി നോക്കിയേ, സെഡ് +1 അതിൽ കൂടുതലോ ആയിരിക്കും. +1 ഈക്വൽ ടു +1 ഓർ മോർ ദാൻ +1, അതായത് 1 അല്ലെങ്കിൽ 1 കൂടുതലോ ആവും. അപ്പോൾ അതാണ് നമ്മൾ ഏറ്റവും ആദ്യം എടുക്കേണ്ടത്. ഓക്കെ, ഇനി കൂടി വരുവാണ് വേണ്ടത്. അതായത് നമ്മുടെ ഡേറ്റ ഭയങ്കര സ്പ്രെഡായി വരുന്നതാണ്. അപ്പോൾ ഇത് 1 കൂടുതലോ എന്നുള്ളതാണ്. ഓക്കെ, പോസിറ്റീവ് സൈഡാണ്. ഓക്കെ, ഇനി അപ്പോൾ അതാണ് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി രണ്ടാമത്തത് നോക്കിയേ, ബി ഒന്ന് നോക്കിയേ, സെഡ് 0-നേക്കാൾ ഒന്നില്ലെങ്കിൽ 0-ന് ഈക്വൽ ആയിരിക്കണം, അല്ലെങ്കിൽ 0-നേക്കാൾ കുറവായിരിക്കണം. 0-നേക്കാൾ കൂടുതലായിരിക്കണം അല്ലേ. 0 ഈസ് ഈക്വൽ ടു ഓർ ലെസ് ദാൻ സെഡ് എന്ന് പറയുമ്പോൾ സെഡ് എന്തായിരിക്കണം? 0 സെഡിനേക്കാൾ കുറവായിരിക്കും എന്ന് പറയുമ്പോൾ സെഡ് എന്തായിരിക്കണം? 0-നേക്കാൾ കൂടുതലായിരിക്കണം അല്ലേ, ബി നോക്കിക്കഴിഞ്ഞാൽ. ഇനി അത് മാത്രമല്ല, സെഡ് എന്തായിരിക്കണം? ഒന്നില്ലെങ്കിൽ +3 ആയിരിക്കണം, അല്ലെങ്കിൽ 3-നേക്കാൾ കുറവായിരിക്കണം അല്ലേ. അപ്പോൾ അപ്പോൾ അത് എന്തായിരിക്കും? രണ്ടാമത് വരും, കുറച്ചും കൂടെ വലിയ വാല്യൂ ആണ്, അതായത് കുറച്ചും കൂടെ വലിയ വാല്യൂ ആണത്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം, സി നോക്കാം. സി എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ സെഡ് -1-നേക്കാളും വലുതായിരിക്കണം, അല്ലെങ്കിൽ ഈക്വൽ ടു ആയിരിക്കണം. അതായത് -1 സെഡിനേക്കാൾ ചെറുതെന്ന് പറയുമ്പോൾ സെഡ് -1-നേക്കാൾ വലുതായിരിക്കണം അല്ലേ. അതുപോലെ തന്നെ സെഡ് +1-നേക്കാളും ചെറുതോ അതിന് ഈക്വലോ ആയിരിക്കണം. അതായത് ഈ സെഡ് വാല്യൂവിന് പോസിറ്റീവ് സൈഡും ഉണ്ട്, നെഗറ്റീവ് സൈഡും ഉണ്ട്. മനസ്സിലായോ? ആദ്യത്തേതിന് ഒറ്റ സൈഡേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ആദ്യത്തെ ഏറ്റവും ചെറുതായിട്ട് നമ്മൾ ഡീനെ കാൽക്കുലേറ്റ് ചെയ്തത്. ഒരു സൈഡിലേക്ക് മാത്രമേ ഇതിൻ്റെ വേരിയേഷൻ ഉള്ളൂ. ഒരു സൈഡിലേക്ക് എന്ന് പറയുമ്പോൾ പ്ലസ് സൈഡിലേക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതായിരിക്കും ഏറ്റവും ചെറിയ വാല്യൂ. ഇനി രണ്ടാമത് ഞാൻ ബീനെ എടുക്കാൻ കാരണം എന്താണ്? ഇപ്പുറത്ത് 0-ഉം 3-ഉം ആണ് അല്ലേ. അപ്പോൾ 0-ക്കും 3-ക്കും ഇടയ്ക്കുള്ള വാല്യൂകളായിരിക്കും അവിടെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് കുറച്ചും കൂടെ വലുതാണ്. അതായത് നമ്മളിപ്പോൾ ഒരു ലൈൻ എടുക്കുകയാണെങ്കിൽ പ്ലസിൻ്റെ സൈഡ് മാത്രം എടുക്കുക എന്ന് പറയുമ്പോൾ ചെറിയൊരു വാല്യൂ ആയിരിക്കും. ഇനി രണ്ടാമത് ഞാൻ എടുക്കുമ്പോൾ 0-ക്കും 3-ക്കും ഇടയ്ക്കെന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ വലുതായില്ലേ. ആദ്യം ഞാൻ +1 എന്നുള്ളത് മാത്രം എടുത്തു. അതിനേക്കാളും വലുതല്ലേ 0-നും 3-നും ഇടയ്ക്കെന്ന് പറയുമ്പോൾ അല്ലേ. അപ്പോൾ ബി എടുത്തു. ഇനി -1-നും 1-നും ഇടയ്ക്കെന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ വലുതായി. എന്തുകൊണ്ടാണ്? 0-യുടെ ബാക്കിലാണ് എന്ത് കിടക്കുന്നത്? മൈനസ് കിടക്കുന്നത് അല്ലേ. നമ്പർ ലൈൻ വരയ്ക്കുമ്പോൾ എങ്ങനെയാണ്? ആദ്യം ഒരു 0 വരയ്ക്കും. 0-യുടെ റൈറ്റ് സൈഡിലാണ് 1 2 3 4 5 6 7 8 എന്ന് പറഞ്ഞിട്ട് പോസിറ്റീവ് സൈനുകൾ. ഇനി മൈനസ് എവിടെ ഉണ്ടാവുക? 0-യുടെ ലെഫ്റ്റ് സൈഡിലേക്ക്. മനസ്സിലായോ? ആ നമ്പർ ലൈൻ ഒന്ന് സങ്കല്പിക്കുക. ഒരു ലൈന് വരയ്ക്കുമ്പോൾ അതിൻ്റെ നടുക്ക് നമ്മൾ 0 ഇടും. ഇനി അതിൻ്റെ വലതുവശത്തായിട്ട് 1 2 3 4 5 6 7 8 എന്ന് എഴുതും. അതിൻ്റെ ഇടതുവശത്തേക്കായിട്ട് -1 -2 -3 അതിനെ വെച്ചിട്ടാണ് നമ്മൾ വലുപ്പം മനസ്സിലാക്കുന്നത്. അപ്പോൾ 1 എന്ന് മാത്രം പറയുമ്പോൾ അത് ഏറ്റവും ചെറുതായിരിക്കും. ഇനി 0-ക്കും 3-നും ഇടയ്ക്കെന്ന് പറയുമ്പോൾ കുറച്ചും കൂടി വലിയ ഒരു മെഷർമെൻ്റ് അല്ലേ അത്. ഇനി -1-നും 1-നും ഇടയ്ക്കെന്ന് പറയുമ്പോൾ 0-യുടെയും അപ്പുറത്തേക്ക് കടന്നു അല്ലേ, ലെഫ്റ്റ് സൈഡിലേക്ക് പോയി. -1-നും 1-നും ഇടയ്ക്കെന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ നീളം കൂടി അതിന്. ഇനി
ലാസ്റ്റ് എ വരും. എന്താണ്? മൈനസ് ഇൻഫിനിറ്റി. മൈനസ് ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ മൈനസ് അങ്ങ് ഇൻഫിനിറ്റി. ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ കണ്ണെത്താത്ത ദൂരത്തോളം മൈനസിലേക്ക് പോയിട്ട് ഇപ്പുറത്ത് 1ലേക്ക്. അപ്പോൾ ഏറ്റവും വലുത് ഏതായിരിക്കും? എ ആയിരിക്കും. ഐ ഹോപ്പ് ദാറ്റ്സ് ക്ലിയർ. ആ നമ്പർ ലൈൻ ഒന്ന് സങ്കല്പിച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഇത് കിട്ടും. നമ്പർ ലൈൻ ഒന്ന് കൺസിഡർ ചെയ്യുക. അതായത് പോസിറ്റീവ് സൈഡ് മാത്രമേ ഉള്ളൂ ഡിക്ക്. അതുകൊണ്ടാണ് നമ്മൾ ഡി ഏറ്റവും ചെറുതായിട്ട് എടുത്തത്. പിന്നെ ബി എടുക്കാൻ കാരണം 0-നും 3-നും ഇടക്കാണ്. അപ്പോൾ കുറച്ചും കൂടി വലിയ വാല്യൂ വന്നു. മറ്റേത് 0-ക്കും 1-നും ഇടക്ക് മാത്രമാണ്. മറ്റേത് 0-ക്കും 3-നും ഇടക്ക് കുറച്ചും കൂടി വലിയ മെഷർമെൻ്റ് ആണ്. പിന്നെ -1-നും 1-നും ഇടക്ക്. പിന്നെ മൈനസ് ഇൻഫിനിറ്റിക്കും 1-നും ഇടക്ക്. അപ്പോൾ അത് കുറച്ചും കൂടെ വലുതായി. അപ്പോൾ നമ്മുടെ ആൻസർ എന്തായിരിക്കും? DBCA. ദാറ്റ് ഈസ് ഓപ്ഷൻ എ. ഐ ഹോപ്പ് ദാറ്റ്സ് ക്ലിയർ. ഇതിനെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയണേ. അത് സിമ്പിളാണ്. അങ്ങനെ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ഏരിയ ഒന്നുമല്ല. കോംപ്ലിക്കേറ്റഡ് ആക്കാതെ മനസ്സമാധാനത്തോടെ തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ ഈസിയാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഈസ് ഇതിനെ അറേഞ്ച് ദ ഡേറ്റ സെറ്റ്സ് വിത്ത് ദ ഫോളോയിങ് പെയർസ് ഓഫ് മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അതായത് ആദ്യം കൊടുത്തേക്കുന്ന മീനും രണ്ടാമത്തത് സ്റ്റാൻഡേർഡ് ഡീവിയേഷനുമാണ്. ഓക്കെ, ആദ്യത്തെ ഇപ്പോൾ എയിൽ 50 എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് ഡീവിയേഷനും 12 എന്ന് പറയുന്ന മീനുമാണ്. ഇനി ഇതിൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ കണ്ടുപിടിച്ചിട്ട് അതിനെ ഇൻക്രീസിങ് ഓർഡറിൽ എഴുതണം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? എന്താണ് കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനെ കണ്ടുപിടിക്കുന്നതെന്ന്. ഇതിൻ്റെ എന്താണെന്നൊന്നും മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ മീൻ ഇൻറ്റു 100 ആണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഓപ്ഷൻ എയുടെ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ എന്തായിരിക്കും? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താണ്? 12 ആണ്. അപ്പോൾ 12/50 ഇൻറ്റു 100 അല്ലേ? അപ്പോൾ 12/50 ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ 24 ആയിരിക്കും അതിൻ്റെ വാല്യൂ വരുന്നത്. അങ്ങനെ ഓരോന്നിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതുക എന്നുള്ളതാണ്. സിമ്പിളാണ്. എങ്ങനെയാണ് കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ കണ്ടുപിടിക്കുക? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ മീൻ. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് ആദ്യത്തതിൽ 12 ആണ് അല്ലേ? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 12/50 ഇൻറ്റു 100. അതേപോലെ ബിയുടെ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 10/55 ഇൻറ്റു 100. സിയുടെ എങ്ങനെ കണ്ടുപിടിക്കുക? 14/60 ഇൻറ്റു 100, 15/70 ഇൻറ്റു 100. ഇങ്ങനെ ഓരോന്നും കണ്ടുപിടിച്ചിട്ട് അതിനെ കിട്ടുന്ന വാല്യൂവിനെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതുക എന്നുള്ളതാണ്. നമ്മുടെ ആൻസർ എന്തായിരിക്കും? BDCA. അതൊന്ന് ചെയ്തു നോക്കുക. ഓക്കെ, സിമ്പിളാണ്. അതൊന്ന് ആ ഇക്വേഷൻ എവിടെയെങ്കിലും ഒന്ന് ഒരു ബോക്സ് പോലെ വരച്ച് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചു കണ്ടിട്ടുള്ള CV ആണ്, അതായത് കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ. അപ്പോൾ ഈ ഇക്വേഷൻ അറിയാമെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് 2 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഈ ഇക്വേഷൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ഒരു തരത്തിൽ നമുക്ക് ഇതിൻ്റെ ആൻസറിലേക്ക് എത്താനും പറ്റില്ല. അപ്പോൾ ഈ ഇക്വേഷൻ പഠിച്ചു വെക്കുക. കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ മീൻ ഇൻറ്റു 100. ഈ ഇക്വേഷൻ മാത്രം, വെറുതെ ഈ ഇക്വേഷൻ അങ്ങ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ കിട്ടി. ഓക്കെ, വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 37. A researcher decides to tell participants something false about a research session in order to mislead them. The researcher is using. അതായത് റിസർച്ചർ പാർട്ടിസിപ്പൻസിൻ്റെ അടുത്ത് കള്ളം പറയുവാണ് ഒരു റിസർച്ചിൽ. എന്തിനു വേണ്ടിയിട്ടാണ്? അവരെ മിസ്ലീഡ് ചെയ്യാൻ. അതെന്തായിരിക്കും ഇതിനകത്ത്? കാണുമ്പോൾ തന്നെ അറിയാം. ചതി എന്ന് പറയുന്നതിന് ഒരു ഇംഗ്ലീഷ് വേർഡാണ് ഡിസെപ്ഷൻ. അപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ടെക്നീക്ക് എന്താണ്? ആക്റ്റീവ് ഡിസെപ്ഷനാണ്. ചതിയാണ് അവിടെ ചെയ്തിരിക്കുന്നത് അല്ലേ? ഐ എം സോറി, ആക്റ്റീവ് ഡിസെപ്ഷൻ. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? ആക്റ്റീവ് ഡിസെപ്ഷൻ. വെരി സിമ്പിൾ. ഇനി 38ാമത്തെ ചോദ്യം നോക്കാം. The purpose of telling research participants of any deception used in study. നേരത്തെ കള്ളത്തരം ചെയ്തിട്ട് പറഞ്ഞില്ല, അതിനെന്ത് പറയും? ആക്റ്റീവ് ഡിസെപ്ഷൻ. ഇനി നമ്മൾ എന്തെങ്കിലും പാർട്ടിസിപ്പൻസിനെ നമ്മൾ എന്തെങ്കിലും ഡിസെപ്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ ചതി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നതിന് എന്താ പറയുക? ഡീഹോക്സിങ് എന്നാണ് പറയുക. നേരത്തെ നമ്മൾ എന്താണ് അവരുടെ അടുത്ത് പറയാതെ അവരെ മിസ്ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ അടുത്ത് ചില കാര്യങ്ങൾ ഒളിപ്പിച്ച് വെക്കുന്നതിന് എന്താണ്? ആക്റ്റീവ് ഡിസെപ്ഷൻ എന്ന് പറഞ്ഞു. ഇനി നമ്മൾ ആ ഒളിപ്പിച്ച് വെക്കുന്ന കാര്യം അവരുടെ അടുത്ത് ഇൻഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? ഡീഹോക്സിങ് എന്ന് പറയും. ഓക്കെ, ഡീസെൻസിറ്റൈസേഷൻ എന്താണ്? ഡീസെൻസിറ്റൈസേഷൻ എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് ഒരു തവണ അടി കിട്ടി അല്ലേ? അപ്പോൾ ഭയങ്കര നമ്മൾ എക്സാമിന് നമ്മൾ ഒരു തവണ നമ്മൾ ക്ലാസ്സിൽ പോയി പഠിക്കാതെ പോയി നമുക്ക് അടി കിട്ടി. ആദ്യ തവണ അടി കിട്ടുമ്പോഴാണ് നമുക്ക് ഭയങ്കര പേടിയും ടെൻഷനും ഒക്കെ ഉള്ളൂ. പിന്നെ കിട്ടി ശീലമാവെന്ന് പറഞ്ഞ പോലെ അതിനെയാണ് ഡീസെൻസിറ്റൈസേഷൻ എന്ന് പറയുക. അതായത്
ചില കാര്യങ്ങൾ ഇൻറ്റൻസിറ്റി കൂടുന്തോറും എന്താണ് അതിൻ്റെ റിപ്പീറ്റഡ് ആയിട്ടുള്ള എക്സ്പോഷർ കിട്ടുമ്പോൾ അതിൻ്റെ സ്റ്റിമുലസിന് കിട്ടുന്ന റിയാക്ഷൻ സെയിം ആയിരിക്കണം എന്നില്ല. അതായത് ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഒരു ബിരിയാണി കഴിക്കുമ്പോൾ കിട്ടുന്ന റിയാക്ഷൻ ആയിരിക്കുമോ നമ്മൾ കുറേ നാളായിട്ട് ബിരിയാണി കഴിക്കുമ്പോൾ നമ്മൾ ഭയങ്കര എക്സ്പ്രഷൻ ഇടില്ല അല്ലേ? നമ്മൾ പക്ഷെ ആദ്യമായിട്ടാണ് ഡിഷ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ വാവ് എന്നൊക്കെ പറയും. അത് പക്ഷേ ഒരുപാട് തവണ കഴിച്ച് നമ്മൾ അതുമായിട്ട് യൂസ്ഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് ആ റിയാക്ഷൻ കറക്റ്റായിട്ട് കിട്ടില്ല. അതിനെയാണ് നമ്മൾ ഡീസെൻസിറ്റൈസേഷൻ എന്ന് പറയാം. ഓക്കെ, അതതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 39. The tendency of people being observed to act differently than normal as a result of their awareness of being monitored. ഇത് നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ട്. റിസർച്ച് ചെയ്യപ്പെടുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ പാർട്ടിസിപ്പൻസ് അവരുടെ സ്വഭാവത്തിനെ മാറ്റുന്നതിന് നമ്മൾ ഹോത്തോൺ ഇഫക്റ്റ് എന്നാണ് പറയുക. ഇവിടെ നോക്കുമ്പോൾ അങ്ങനെ ഒരു ഓപ്ഷനേ കാണുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഡീബ്രീഫിംഗ് എന്താണെന്ന് നമുക്കറിയാം. റിസർച്ചിൻ്റെ അവസാനത്തിൽ എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളത് പറയുന്നതാണ്. ഒബ്സർവർ ഡ്രിഫ്റ്റ്, ഒബ്സർവർ ബയസ് എന്ന് പറയുന്നത് ഇതൊക്കെ ആരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നതാണ്? ഒബ്സർവ് ചെയ്യുന്ന ആളുടെ ഭാഗത്ത്, അതായത് റിസർച്ച് ചെയ്യുന്ന ആളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നതാണ്. ഇവിടെ പാർട്ടിസിപ്പൻസിൻ്റെ സൈഡിൽ നിന്നല്ലേ ഇത് വേണ്ടത്. അപ്പോൾ ഏതായിരിക്കും ആൻസർ? സബ്ജക്റ്റ് റിയാക്ടിവിറ്റി. നമുക്ക് ആ ആൻസർ അറിയില്ലെങ്കിൽ പോലും നമുക്ക് ഈ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ക്ലിയർ ആണോ അത്? അതായത് ഒബ്സർവർ ഡ്രിഫ്റ്റ്, ഒബ്സർവർ ബയസ് എന്ന് പറയുന്നത് ഒബ്സർവ് ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ റിസർച്ച് ചെയ്യുന്ന ആളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന കാര്യങ്ങളല്ലേ. ഇവിടെ റിസർച്ച് ചെയ്യപ്പെടുന്ന ആളുടെ ടെൻഡൻസിയാണ് അല്ലേ അതിൽ ക്യാരക്ടർ ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ അതെന്തായിരിക്കും? സബ്ജക്റ്റ് റിയാക്ടിവിറ്റി. സിമ്പിൾ അല്ലേ? നമുക്ക് ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് അറിഞ്ഞില്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ ചെയ്തിട്ട് അതിൻ്റെ ആൻസറിലേക്ക് എത്താൻ പറ്റും എന്നുള്ളതാണ് ആ ഒരു ടെക്നീക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ ആൻസറിലേക്ക് നമുക്ക് എത്താൻ പറ്റും എന്നുള്ളതാണ്. അതായത് നമുക്കത് എന്താണെന്ന് അറിഞ്ഞില്ലെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ആൻസറിലേക്ക് നമുക്ക് എത്താൻ പറ്റും ഈ ഒരു ടെക്നീക്ക് യൂസ് ചെയ്ത്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 40. Response of participants who are well aware of the fact that they are being studied is considered as, അതായത് അവരെ സ്റ്റഡി ചെയ്യുന്നുണ്ട് എന്ന് വെൽ അവെയർ ആവുമ്പോൾ ഉണ്ടാവുന്ന റെസ്പോൺസ് ഓഫ് പാർട്ടിസിപ്പൻസ് ഹു ആർ വെൽ അവെയർ ഓഫ് ദ ഫാക്ട് ദാറ്റ് ദേ ആർ ബീങ് സ്റ്റഡീഡ്, അതിന് നമ്മൾ റിയാക്റ്റീവ് ഇഫക്ട്സ് എന്നാണ് പറയുക. അതായത് പാർട്ടിസിപ്പൻസിന് വളരെ കൃത്യമായിട്ട് അറിയാം അവർ ഒബ്സർവ് ചെയ്യുന്നുണ്ടെന്ന്. അങ്ങനെ ആ ഇഫക്റ്റിനെയാണ് നമ്മൾ റിയാക്റ്റീവ് ഇഫക്റ്റ് എന്ന് പറയുക. അപ്പോൾ റിയാക്റ്റീവ് ഇഫക്റ്റ് എന്ന് പറയുമ്പോൾ അവരെ പഠിക്കുന്നുണ്ടെന്ന് വ്യക്തമായി അവർക്ക് ധാരണയുണ്ട്, പക്ഷെ അവരത് എന്ത് ചെയ്യുന്നില്ല, സ്വഭാവത്തിൽ ചേഞ്ച് ഒന്നും വരുത്തുന്നില്ല. അപ്പോൾ അതിനെയാണ് നമ്മൾ റിയാക്റ്റീവ് ഇഫക്ട്സ് എന്ന് പറയാം. ഓക്കെ, so next is the last question of the session. Sharpness of the peak of statistical distribution is represented by, അതിനെ നമ്മൾ കർട്ടോസിസ് എന്നാണ് പറയുക. അപ്പോൾ എന്താണ് ഈ കർട്ടോസിസും എന്താണ് സ്ക്യൂനെസ്സും എന്നും പറയാം. അപ്പോൾ ഈ ഒരു ഡയഗ്രാം നോക്കിയേ. കർട്ടോസിസ് എന്ന് പറയുന്നത് എത്രത്തോളം ഷാർപ്പാണ് നമ്മുടെ ഡേറ്റ ഒരു ഗ്രാഫിൽ വരയ്ക്കുമ്പോൾ എന്നുള്ളതാണ് കർട്ടോസിസ് എന്ന് പറയുന്നത്. വളരെ ഷാർപ്പാണെങ്കിൽ നമ്മളതിനെ പോസിറ്റീവ് എന്ന് പറയും അല്ലേ. ഒത്തിരി ഷാർപ്പ് കണ്ടോ, ആ പച്ച കളറിലുള്ളത് ഭയങ്കര കൂർത്തല്ലേ ഇരിക്കുന്നത് അതിൻ്റെ എൻഡ്, അപ്പോൾ അതിനെ നമ്മൾ പോസിറ്റീവ് കർട്ടോസിസ് എന്ന് പറയും. ഇനി ഒത്തിരി കൂർത്തതല്ല പിങ്ക് കളറിലിരിക്കുന്നത്, അതിനെ നമ്മൾ നോർമൽ എന്ന് പറയും. ഇനി ഭയങ്കര ഫ്ലാറ്റായിട്ടാണ് ബ്ലൂ കളറിലുള്ളത് ഇരിക്കുന്നത്, അതിനെ നമ്മൾ നെഗറ്റീവ് കർട്ടോസിസ് എന്ന് പറയും. അപ്പം നമ്മുടെ ഡേറ്റ ഒരു ഗ്രാഫിലേക്ക് വരയ്ക്കുമ്പോൾ ആ ഗ്രാഫ് യോജിപ്പിച്ച് കിട്ടുന്ന ആ ഒരു ഡയഗ്രാം എത്രത്തോളം ഷാർപ്പാണ് എന്നുള്ളതിനെ മനസ്സിലാക്കുന്നതാണ് കർട്ടോസിസ് എന്ന് പറയുന്നത്. ഇനി സ്ക്യൂനെസ് എന്താണ്? സ്ക്യൂനെസ് എന്ന് പറയുന്നത് ഇപ്പോൾ കണ്ടോ, ഈ ലെഫ്റ്റ് സൈഡിൽ കണ്ടോ, സ്ക്യൂനെസ് എന്ന് പറയുന്നത് കൂടുതൽ വാല്യൂ എവിടെയാണ് ഉള്ളത്? ലെഫ്റ്റ് സൈഡിലല്ലേ കൂടുതൽ വാല്യൂ ഉള്ളത് അല്ലേ. ലെഫ്റ്റ് സൈഡിലല്ലേ കൂടുതൽ വാല്യൂ ഉള്ളത്. റൈറ്റ് സൈഡിലേക്ക് പോകും തോറും ആ ഗ്രാഫിങ്ങിന് ആ നീല കളർ ചെറുതായിട്ടല്ലേ വരുന്നത്. ഏറ്റവും തിക്കായിട്ടുള്ള ഭാഗം എവിടെയാണ്? അതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് അല്ലേ. റൈറ്റ് സൈഡിലേക്ക് പോകും തോറും അത് എന്താണ്, ചെറുതായി വരികയാണ്. അതിനെയാണ് സ്ക്യൂനെസ് എന്ന് പറയുക. അങ്ങനെയാണ് ഇതിനെ നമ്മൾ പോസിറ്റീവ്ലി സ്ക്യൂഡ് എന്ന് പറയും. ഇനി നെഗറ്റീവ്ലി സ്ക്യൂഡ് നോക്കിയേ. ലെഫ്റ്റ് സൈഡ് വളരെ ചെറുതാണ്, എന്നിട്ട് റൈറ്റിലേക്ക് പോകുന്തോറും അത് വലുതായി അത് വികസിച്ച് വരികയാണ്. അതിനെ നമ്മൾ നെഗറ്റീവ്ലി സ്ക്യൂഡ് എന്ന് പറയും. അപ്പോൾ റൈറ്റ് സൈഡിലേക്കാണ് വികസിക്കുന്നതെങ്കിൽ നെഗറ്റീവ്ലി സ്ക്യൂഡ്, ലെഫ്റ്റ് സൈഡിലേക്കാണ് വികസനം കൂടുതലെങ്കിൽ അത് പോസിറ്റീവ്ലി സ്ക്യൂഡ് എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ ഗ്രാഫുകൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന സമയത്ത് രണ്ട് രീതിയിൽ നമുക്കതിനെ പഠിക്കാം. ഒന്ന് കർട്ടോസിസും ഒന്ന് സ്ക്യൂനെസ്സും. രണ്ടും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ ഇതാണ് നമ്മുടെ റിസർച്ചിൻ്റെ ക്വസ്റ്റ്യൻ അനാലിസിസ്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ ഷോർട്സ് ആയിട്ടൊക്കെ അപ്ലോഡ് ചെയ്യാം. ഹോപ്പ് ഇറ്റ് വാസ് യൂസ്ഫുൾ. ഓക്കെ, താങ്ക് യു.